1 സാമുവേൽ അധ്യായം 20. ദാവീദ് റാമായിലെ നായോത്തിൽ നിന്ന് ഓടി യോനാഥാന്റെ അടുത്തെത്തി ചോദിച്ചു, ഞാൻ എന്ത് ചെയ്തു? എന്താണ് എൻ്റെ കുറ്റം? എന്നെ കൊല്ലാൻ മാത്രം എന്ത് പാപമാണ് നിന്റെ പിതാവിനെതിരെ ഞാൻ ചെയ്തത്? യോനാഥാൻ പറഞ്ഞു, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, നീ മരിക്കുകയില്ല. എന്നെ അറിയിക്കാതെ ഒരു കാര്യവും ചെറുതായാലും വലുതായാലും എൻ്റെ പിതാവ് ചെയ്യുകയില്ല. പിന്നെ എന്തിന് പിതാവ് ഇക്കാര്യം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കുന്നു? അങ്ങനെ സംഭവിക്കുകയില്ല. ദാവീദ് പറഞ്ഞു, നിനക്കെന്നോട് ഇഷ്ടമാണെന്ന് നിന്റെ പിതാവിന് നന്നായി അറിയാം. അതിനാൽ നീ ദുഃഖിക്കാതിരിക്കാൻ ഇക്കാര്യം അറിയേണ്ടെന്ന് അവൻ വിചാരിച്ചു കാണും. നീയാണേ, ജീവനുള്ള കർത്താവാണേ ഞാൻ പറയുന്നു, ഞാനും മരണവും തമ്മിൽ ഒരടി അകലമേയുള്ളൂ. യോനാഥാൻ അവനോട് പറഞ്ഞു, നീ ആവശ്യപ്പെടുന്നതെന്തും നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാം. ദാവീദ് പറഞ്ഞു, നാളെ അമാവാസിയാണ്. പതിവനുസരിച്ച് ഞാൻ രാജാവിനോടൊത്ത് ഭക്ഷണത്തിനിരിക്കേണ്ടതാണ്. പക്ഷേ 3-ാം നാൾ വൈകുന്നേരം വരെ വയലിൽ ഒളിച്ചിരിക്കാൻ എന്നെ അനുവദിക്കണം. നിന്റെ പിതാവ് എന്നെ തിരക്കിയാൽ ദാവീദ് തൻ്റെ കുടുംബം മുഴുവനും ചേർന്നുള്ള വാർഷിക ബലിക്ക് ബേത്ലഹേമിൽ പോകാൻ അനുമതിക്കായി കേണപേക്ഷിച്ചുവെന്ന് പറയണം. അവനത് കേട്ട് തൃപ്തനായാൽ ഈ ദാസന്റെ ഭാഗ്യം, കുപിതനായാൽ എന്നോട് തിന്മ ചെയ്യാൻ ഉറച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാം. ആകയാൽ ഈ ദാസനോട് കരുണ കാണിക്കണം. നമ്മൾ തമ്മിൽ കർത്താവിൻ്റെ നാമത്തിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഞാൻ കുറ്റക്കാരനാണെങ്കിൽ നീ തന്നെ എന്നെ കൊല്ലുക. എന്തിനാണ് നിന്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത്? യോനാഥാൻ പറഞ്ഞു, അത് സംഭവിക്കാതിരിക്കട്ടെ. എൻ്റെ പിതാവ് നിന്നെ ദ്രോഹിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നറിഞ്ഞാൽ ഞാൻ നിന്നോട് പറയാതിരിക്കുമോ? അപ്പോൾ ദാവീദ് യോനാഥാനോട് ചോദിച്ചു, നിന്റെ പിതാവ് പരുഷമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അക്കാര്യം ആരെന്നെ അറിയിക്കും? വരിക, നമുക്ക് വയലിലേക്ക് പോകാമെന്ന് യോനാഥാൻ പറഞ്ഞു. അവരിരുവരും പോയി. യോനാഥാൻ ദാവീദിനോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണേ, നാളെയോ മറ്റന്നാളോ ഈ സമയത്ത് ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും അവൻ നിനക്ക് അനുകൂലമാണെന്ന് കണ്ടാൽ ഞാൻ വിവരമറിയിക്കുകയും ചെയ്യും. നിന്നെ ദ്രോഹിക്കാനാണ് എൻ്റെ പിതാവിൻ്റെ തീരുമാനമെങ്കിൽ അതറിയിച്ച് നിന്നെ ഞാൻ സുരക്ഷിതനായി പറഞ്ഞയക്കും. അല്ലെങ്കിൽ കർത്താവ് എന്നെ ശിക്ഷിക്കട്ടെ. കർത്താവ് എൻ്റെ പിതാവിനോടുകൂടെ ആയിരുന്നതുപോലെ നിന്നോടുകൂടെയും ആയിരിക്കട്ടെ. ഞാൻ ജീവിച്ചിരുന്നാൽ കർത്താവിൻ്റെ നാമത്തിൽ എന്നോട് കാരുണ്യം കാണിക്കണം. മരിച്ചാൽ എൻ്റെ കുടുംബത്തോട് നിനക്കുള്ള കൂറ് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കർത്താവ് ദാവീദിൻ്റെ ശത്രുക്കളെയെല്ലാം ഭൂമുഖത്തു നിന്ന് ഉന്മൂലനം ചെയ്യുമ്പോൾ യോനാഥാന്റെ നാമം ദാവീദിൻ്റെ കുടുംബത്തിൽ നിന്ന് വിച്ഛേദിക്കരുതേ. നിന്റെ ശത്രുക്കളോട് കർത്താവ് പകരം ചോദിക്കട്ടെ. ദാവീദിന് തന്നോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ യോനാഥാൻ അവനെ കൊണ്ട് സത്യം ചെയ്യിച്ചു. അവൻ ദാവീദിനെ പ്രാണന് തുല്യം സ്നേഹിച്ചിരുന്നു. യോനാഥാൻ അവനോട് പറഞ്ഞു, നാളെ അമാവാസിയാണ്. ശൂന്യമായ നിന്റെ ഇരിപ്പിടം നിന്റെ അഭാവം അറിയിക്കും. മറ്റന്നാൾ നിന്റെ അസാന്നിധ്യം കൂടുതൽ ശ്രദ്ധിക്കപ്പെടും. അന്ന് നീ ഒളിച്ചിരുന്ന സ്ഥലത്ത് കൽക്കൂമ്പാരത്തിന് സമീപം മറഞ്ഞിരിക്കണം. അതിൻ്റെ ഒരു വശത്തേക്ക് 3 അമ്പ് ഉന്നം നോക്കി ഞാൻ എയ്യും. പോയി അമ്പെടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞ് ഒരു കുട്ടിയെ ഞാൻ അങ്ങോട്ടയക്കും. അമ്പ് നിന്റെ ഇപ്പുറത്താണ്, എടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞ് കുട്ടിയെ അയച്ചാൽ നിനക്ക് എഴുന്നേറ്റ് വരാം. നീ സുരക്ഷിതനാണ്. അപകടമുണ്ടാവുകയില്ലെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സത്യം ചെയ്യുന്നു. അമ്പ് നിനക്ക് അപ്പുറത്താണെന്ന് പറഞ്ഞ് കുട്ടിയെ അയച്ചാൽ നീ പൊയ്ക്കൊള്ളണം. കർത്താവ് നിന്നെ അകലത്തേക്ക് അയക്കുകയാണ്. നാം തമ്മിൽ ഈ പറഞ്ഞതിന് കർത്താവ് എന്നും സാക്ഷിയായിരിക്കട്ടെ. ദാവീദ് വയലിൽ പോയി ഒളിച്ചിരുന്നു. അമാവാസിയായി. രാജാവ് ഭക്ഷണത്തിനിരുന്നു. രാജാവ് പതിവ് പോലെ ഭിത്തിയോട് ചേർന്നുള്ള തൻ്റെ ഇരിപ്പിടത്തിലിരുന്നു. യോനാഥാൻ എതിർവശത്തും അബ്നേർ സൗളിൻ്റെ സമീപത്തും. ദാവീദിന്റെ ഇരിപ്പിടമാകട്ടെ ഒഴിഞ്ഞുകിടന്നു.
സാവൂൾ അന്നൊന്നും പറഞ്ഞില്ല. ദാവീദിന് എന്തോ സംഭവിച്ചിരിക്കണം, ഒരുപക്ഷെ അവൻ അശുദ്ധനാണ്, തീർച്ചയായും അങ്ങനെ തന്നെയെന്ന് അവൻ കരുതി. അമാവാസിയുടെ പിറ്റേ ദിവസവും ദാവീദിന്റെ ഇരിപ്പിടം ഒഴിഞ്ഞുകിടന്നു. സാവൂൾ പുത്രനായ ജോനാഥാനോട് ചോദിച്ചു, ജെസയുടെ മകൻ ഇന്നലെയും ഇന്നും ഭക്ഷണത്തിന് വരാത്തതെന്താണ്? ജോനാഥാൻ പറഞ്ഞു, ബേത്ലഹേമിലേക്ക് പോകാൻ അവൻ എന്നോട് അനുവാദം ചോദിച്ചിരുന്നു. ഞങ്ങളുടെ ഭവനം നഗരത്തിലൊരു ബലി അർപ്പിക്കുന്നതിനാൽ ഞാൻ അവിടെ ഉണ്ടായിരിക്കണമെന്ന് എൻ്റെ സഹോദരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ പോയിക്കൊള്ളട്ടെ. എന്നോട് ദയുണ്ടെങ്കിൽ എൻ്റെ സഹോദരന്മാരെ പോയി കാണാൻ അനുവദിക്കണം എന്നവൻ അപേക്ഷിച്ചു. അതുകൊണ്ടാണ് രാജാവിൻ്റെ വിരുന്നിന് അവൻ വരാതിരുന്നത്. അപ്പോൾ സാവൂളിൻ്റെ കോപം ജോനാഥാനെതിരെ ജ്വലിച്ചു. ദുർവൃത്തയും ദുശാഠ്യക്കാരിയുമായവളുടെ പുത്ര, നീ ജെസയുടെ പുത്രന്റെ പക്ഷം ചേർന്ന് നിന്റെയും നിന്റെ അമ്മയുടെയും നാണം കെടുത്തുകയാണ് എന്നെനിക്കറിയാം. അവൻ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം നിനക്ക് രാജാവാകാനോ രാജത്വം സ്ഥാപിക്കാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് അവനെ ആളയച്ച് എൻ്റെ അടുക്കൽ പിടിച്ചുകൊണ്ടുവരിക, അവൻ മരിക്കണം. ജോനാഥാൻ ചോദിച്ചു, എന്തിനവനെ വധിക്കണം? അവൻ എന്തു ചെയ്തു? സാവൂൾ ജോനാഥാനെ കൊല്ലാൻ അവൻ്റെ നേരെ കുന്തമെറിഞ്ഞു. ദാവീദിനെ കൊല്ലാൻ തന്നെ തൻ്റെ പിതാവ് തീരുമാനിച്ചിരിക്കുകയാണെന്ന് അവന് മനസ്സിലായി. അവൻ തിന്മേശയിൽ നിന്ന് കോപത്തോടെ ചാടി എഴുന്നേറ്റു. അമാവാസിയുടെ പിറ്റേ ദിവസമായ അന്ന് അവൻ ഭക്ഷണമൊന്നും കഴിച്ചില്ല. തൻ്റെ പിതാവ് ദാവീദിനെ അപമാനിച്ചത് നിമിത്തം അവൻ ദുഃഖിച്ചു. പിറ്റേ ദിവസം രാവിലെ ദാവീദുമായി പറഞ്ഞൊത്തിരുന്നതനുസരിച്ച് ജോനാഥാൻ ഒരു കുട്ടിയോടൊത്ത് വയലിലേക്ക് ചെന്നു. ജോനാഥാൻ ആ കുട്ടിയോട് പറഞ്ഞു, ഞാൻ എയ്യുന്ന അമ്പ് ഓടിച്ചെന്ന് കണ്ടെടുക്കുക. കുട്ടി ഓടുമ്പോൾ അവൻ്റെ അപ്പുറത്തേക്കൊരമ്പെയ്തു. ജോനാഥാൻ എയ്ത അമ്പ് വീണെടുത്ത് കുട്ടി ചെന്നപ്പോൾ അവൻ കുട്ടിയോട് വിളിച്ചു പറഞ്ഞു, അമ്പ് നിന്റെ അപ്പുറത്തല്ലേ? ജോനാഥാൻ വീണ്ടും കുട്ടിയോട് വിളിച്ചു പറഞ്ഞു, അവിടെ നിൽക്കരുത്, ഓടുക, വേഗമാകട്ടെ. കുട്ടി അമ്പ് പെറുക്കിയെടുത്ത് അവൻ്റെ അടുത്തെത്തി. ജോനാഥാനും ദാവീദിനുമല്ലാതെ കുട്ടിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. ജോനാഥാൻ ആയുധങ്ങൾ കുട്ടിയെ ഏൽപ്പിച്ചിട്ട് ഇവയെല്ലാം നഗരത്തിലേക്ക് കൊണ്ടുപോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. കുട്ടി പോയ ഉടനെ ദാവീദ് കൽക്കുവനയ്ക്കടുത്ത് നിന്ന് എഴുന്നേറ്റ് 3 പ്രാവശ്യം നിലത്ത് കുമ്പിട്ടു. ജോനാഥാനും ദാവീദും പരസ്പരം ചുംബിച്ചു. ദാവീദിന് പരിസരബോധം വരുന്നതുവരെ അവർ കരഞ്ഞു. ജോനാഥാൻ അവനോട് പറഞ്ഞു, സമാധാനത്തോടെ പോവുക. കർത്താവ് എനിക്കും നിനക്കും എൻ്റെ സന്തതികൾക്കും നിന്റെ സന്തതികൾക്കും മധ്യേ എന്നും സാക്ഷിയായിരിക്കട്ടെ എന്ന് നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ സത്യം ചെയ്തിട്ടുണ്ടല്ലോ. ദാവീദ് യാത്രയായി. ജോനാഥാൻ നഗരത്തിലേക്കും മടങ്ങി. Chapter 20. David fled from the sheds near Ramah and went to Jonathan. What have I done? He asked him. What crime or what offense does your father hold against me that he seeks my life? Jonathan answered him, Heaven forbid that you should die. My father does nothing, great or small, without disclosing it to me. Why then should my father conceal this from me? This cannot be so. But David replied, Your father is well aware that I am favored with your friendship, so he has decided Jonathan must not know of this, lest he be grieved. Nevertheless, as the Lord lives and as you live, there is but a step between me and death. Jonathan then said to David, I will do whatever you wish. David answered, Tomorrow is the new moon, when I should in fact dine with the king. Let me go and hide in the open country until evening. If it turns out that your father misses me, say, David urged me to let him go on short notice to his city Bethlehem, because his whole clan is holding its seasonal sacrifice there. If he says, Very well, your servant is safe. But if he becomes quite angry, you can be sure he has planned some harm. Do this kindness for your servant because of the Lord's bond between us, into which you brought me. If I am guilty, kill me yourself.
Why should you give me up to your father?" But Jonathan answered, "Not I. If ever I find out that my father is determined to inflict injury upon you, I will certainly let you know." David then asked Jonathan, "Who will tell me if your father gives you a harsh answer?" Jonathan replied to David, "Come, let us go out into the field." When they were out in the open country together, Jonathan said to David, "As the Lord, the God of Israel, lives, I will sound out my father about this time tomorrow. Whether he is well disposed toward David or not, I will send you the information. Should it please my father to bring any injury upon you, may the Lord do thus and so to Jonathan, if I do not apprise you of it, and send you on your way in peace. May the Lord be with you, even as he was with my father. Only this, if I am still alive, may you show me the kindness of the Lord. But if I die, never withdraw your kindness from my house." And when the Lord exterminates all the enemies of David from the surface of the earth, the name of Jonathan must never be allowed by the family of David to die out from among you, or the Lord will make you answer for it. And in his love for David, Jonathan renewed his oath to him, because he loved him as his very self. Jonathan then said to him, "Tomorrow is the new moon, and you will be missed, since your place will be vacant. On the following day you will be missed all the more. Go to the spot where you hid on the other occasion, and wait near the mound there. On the 3rd day of the month I will shoot arrows, as though aiming at a target. I will then send my attendant to go and recover the arrows. If in fact I say to him, 'Look, the arrow is this side of you, pick it up. Come, for you are safe. As the Lord lives, there will be nothing to fear.' But if I say to the boy, 'Look, the arrow is beyond you, go, for the Lord sends you away.' However, in the matter which you and I have discussed, the Lord shall be between you and me forever." So David hid in the open country. On the day of the new moon, when the king sat at table to dine, taking his usual place against the wall, Jonathan sat facing him, while Abner sat at the king's side, and David's place was vacant. Saul, however, said nothing that day, for he thought, "He must have become unclean by accident, and not yet have been cleansed." On the next day, the 2nd day of the month, David's place was vacant. Saul inquired of his son Jonathan, "Why has the son of Jesse not come to table yesterday or today?" Jonathan answered Saul, "David urgently asked me to let him go to his city, Bethlehem. Please let me go," he begged, "for we are to have a clan sacrifice in our city, and my brothers insist on my presence. Now therefore, if you think well of me, give me leave to visit my brothers." That is why he has not come to the king's table. But Saul was extremely angry with Jonathan, and said to him, "Son of a rebellious woman, do I not know that to your own shame and to the disclosure of your mother's shame you are the companion of Jesse's son? Why, as long as the son of Jesse lives upon the earth, you cannot make good your claim to the kingship. So send for him, and bring him to me, for he is doomed." But Jonathan asked his father Saul, "Why should he die? What has he done?" At this Saul brandished his spear to strike him, and thus Jonathan learned that his father was resolved to kill David. Jonathan sprang up from the table in great anger, and took no food that 2nd day of the month, for he was grieved on David's account, since his father had railed against him. The next morning Jonathan went out into the field with the little boy for his appointment with David. There he said to the boy, "Run and fetch the arrow." And as the boy ran, he shot an arrow beyond him in the direction of the city. When the boy made for the spot where Jonathan had shot the arrow, Jonathan called after him, "The arrow is farther on." Again he called to his lad, "Hurry, be quick, don't delay." Jonathan's boy picked up the arrow and brought it to his master. The boy knew nothing, only Jonathan and David knew what was meant. Then Jonathan gave his weapons to this boy of his, and said to him, "Go, take them to the city." When the boy had left, David rose from beside the mound and prostrated himself on the ground 3 times before Jonathan in homage. They kissed each other and wept aloud together. At length Jonathan said to David, "Go in peace, in keeping with what we two have sworn by the name of the Lord.
The Lord shall be between you and me, and between your posterity and mine forever.